നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രമം, കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ്, പൽക്കുളങ്ങര. ഇപ്പോൾ നമുക്ക് കേൾക്കാം ഹിഡിംബ വധവും ഹിഡിംബി വിവാഹവും. ഇപ്പോൾ കഥയിൽ ചോദ്യമില്ല, നമുക്ക് കേൾക്കാം ഹിഡിംബ വധവും ഹിഡിംബി വിവാഹവും. ഹിഡിംബൻ എന്നു പേരോടുകൂടിയ നരഭോജിയായ ഒരു ഘോര രാക്ഷസൻ ആ കാട്ടിലുണ്ടായിരുന്നു. കാട്ടിലെവിടെയോ മനുഷ്യരെത്തിയിട്ടുണ്ടെന്ന് അവൻ മണത്തറിഞ്ഞു. അവന് കൊതിയായി. അവൻ സഹോദരിയായ ഹിഡിംബിയെ വിളിച്ചു പറഞ്ഞു, മനുഷ്യഗന്ധം എന്നെ വല്ലാതെ കൊതി പിടിപ്പിക്കുന്നു. കാട്ടിലെവിടെയോ മനുഷ്യരെത്തിയിട്ടുണ്ട്. നീ വേഗം ചെന്ന് അവരെ കൊന്നുകൊണ്ടുവരണം. നമുക്ക് സുഖമായി ഭക്ഷണം കഴിക്കാം. ഭ്രാതൃ നിർദ്ദേശമനുസരിച്ച് ഹിഡിംബി ഉടനെ തിരിച്ചു. മനുഷ്യരെ തേടി മണം പിടിച്ച് അവിടെയും ഇവിടെയും അലഞ്ഞു. ആലിൻ്റെ ചുവട്ടിൽ തളർന്ന് വീണുറങ്ങുന്ന മാതാവിനെയും സഹോദരന്മാരെയും കാത്ത് ഉറക്കമിളച്ച് ഇരുന്ന ഭീമൻ അവളുടെ കണ്ണിൽപ്പെട്ടു. പ്രഥമ ദർശനത്തിൽ തന്നെ ഭീമനെ അവൾക്കിഷ്ടമായി. അവളിലെ സ്ത്രീത്വം ഉണർന്നു. കരുത്തനും സുമുഖനുമായ ഭീമൻ്റെ കരങ്ങളിൽ കിടന്ന് ഞെരിഞ്ഞ് രസിക്കുവാനും അയാളോടൊത്ത് രമിക്കുവാനും അവൾ മോഹിച്ചു. വികാരവതിയായ ഹിഡിംബി മനോഹരിയായ ഒരു സ്ത്രീയുടെ വേഷം പൂണ്ട് ലജ്ജാ നമ്രമുഖിയായി ഭീമൻ്റെ മുന്നിലെത്തി പ്രേമാഭ്യർത്ഥന നടത്തി. പ്രഭോ, കണ്ട മാത്രയിൽ തന്നെ ഞാൻ അങ്ങയിൽ അനുരാഗവതിയായി തീർന്നിരിക്കുന്നു. എൻ്റെ അഭിലാഷം സാധിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. ഭീമൻ കുഴങ്ങി. വികാരവതിയായി കാമപൂർത്തിക്ക് വേണ്ടി സമീപിക്കുന്ന സ്ത്രീയെ നിരസിക്കുന്നത് പുരുഷോചിതമല്ല, എന്നാൽ സാഹചര്യം അനുകൂലവുമല്ല. ഭീമൻ മന്ദഹാസപൂർവ്വം അവളോട് പറഞ്ഞു, ഈ കൊടുങ്കാട്ടിൽ അവശരായി ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ മാതാവിനെയും സഹോദരന്മാരെയും ഉപേക്ഷിച്ച് നിന്നോടൊത്ത് വരുവാൻ സാധ്യമല്ല. നീ നിൻ്റെ പാട്ടിന് പോവുക. ഹിഡിംബിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നു മാത്രമല്ല, അവൾ ഭ്രാതൃ നിർദ്ദേശവും ആഗമന ഉദ്ദേശവും തന്നെയും വിസ്മരിക്കുകയും ചെയ്തു. ഭർതൃ സ്നേഹത്തിൻ്റെ മുന്നിൽ ഭ്രാതൃ സ്നേഹം ദുർബലമാണ്. അവൾ പ്രേമപൂർവ്വം അറിയിച്ചു, ഈ കാട്ടിൽ ഹിഡിംബൻ എന്നൊരു നരഭോജിയുണ്ട്. അവൻ ഇപ്പോഴെത്തി നിങ്ങളെ എല്ലാവരെയും കൊന്നു ഭക്ഷിക്കും. അങ്ങ് എൻ്റെ ആഗ്രഹം നിറവേറ്റി തരുമെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം. തന്നെ ജയിക്കാൻ ഒരു രാക്ഷസനോ? എങ്കിൽ അവനെ ഒന്ന് കാണുക തന്നെ, ഭീമൻ പറഞ്ഞു. ഏത് രാക്ഷസനെയും ജയിക്കാനുള്ള കരുത്തും കഴിവും എനിക്കുണ്ട്. കൊല്ലാൻ വരുന്നവനെ കൊല്ലുന്നത് നീ കണ്ടുകൊള്ളൂ. അകലെ നിന്ന് കൊടുങ്കാറ്റ് പോലെ കാടിളക്കിക്കൊണ്ട് ആരോ ഓടിയെടുക്കുന്നത് പോലെ തോന്നി. പോലെ കറുത്തിരുണ്ട ദേഹം, ചെമ്പിച്ച തലമുടി, വെളുത്തു നീണ്ട ദ്രംഷ്ടങ്ങൾ, വികൃതവും ഭീകരവുമായ ഒരു രൂപം. അത് ഹിഡിംബനായിരുന്നു. താൻ കൊണ്ടുവരുവാൻ പറഞ്ഞയച്ച മനുഷ്യനുമായി ഹിഡിംബി സല്ലപിക്കുന്നത് കണ്ട് ഹിഡിംബന് കോപമായി. അവൻ അവളുടെ നേരെ അലറിയെടുത്തു, എടി ദുഷ്ടേ, നീ രാക്ഷസ വംശത്തിന് കളങ്കം ചേർത്തിരിക്കുന്നു. ഇവനോടൊപ്പം നിന്നെയും ഞാൻ കൊല്ലുന്നുണ്ട്. ഭീമൻ ഹിഡിംബനെ തടഞ്ഞു. അരുത്, നിരപരാധിയായ ആ സ്ത്രീയെ നീ എന്തിനു കൊല്ലുന്നു? അവൾ എന്നിൽ അനുരക്തയാണ്. ആ നിലയ്ക്ക് അവൾ എൻ്റേതാണ്. അവളെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് യുദ്ധം ചെയ്യൂ. ഭീമൻ്റെ വാക്കുകൾ ഹിഡിംബനെ ചൊടിപ്പിച്ചു. അവൻ ഭീമന് നേരെ അലറിക്കൊണ്ടടുത്തു. തുടർന്ന് ഇരുവരും തമ്മിൽ ഉഗ്രസംഘട്ടനമായി. ഭീമൻ അവനെ കോരിയെടുത്ത് 8 വിൽപ്പാട് അകലെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഉരുണ്ടെണീറ്റ് അവനെ വീണ്ടും കടന്നാക്രമിച്ചു. വൻമരങ്ങൾ ഒടിച്ചും വള്ളിക്കെട്ടുകൾ പറിച്ചും കൂട്ടിപ്പിടിച്ചും കെട്ടിപ്പിണഞ്ഞും അവർ പൊരുതി. ഉറങ്ങിക്കിടന്നിരുന്ന കുന്തിയും പുത്രന്മാരും യുദ്ധകോലാഹലങ്ങൾ കേട്ട് നടുങ്ങി ഉണർന്നു. കണ്ണു തിരുമ്മി എണീറ്റ കുന്തി തൻ്റെ അടുത്ത് സുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നത് കണ്ട് വിസ്മയപ്പെട്ട് അവൾ ആരാണെന്ന്, എന്തിനിവിടെ വന്നു എന്നും എല്ലാം സ്നേഹപുരസ്കരം അന്വേഷിച്ചു. ഹിഡിംബി സത്യം തുറന്നു പറഞ്ഞു. ഭീമനും ഹിഡിംബനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചും അവൾ പറഞ്ഞു. യുധിഷ്ഠിരാദികൾ ഓടിയെത്തി. ഹിഡിംബ യുദ്ധം കണ്ട് ഉദ്വേഗത്തോടെ അർജുനൻ വിളിച്ചു പറഞ്ഞു, അല്ലയോ ഭീമ, നീ ഒട്ടും ദുഃഖിക്കേണ്ട. ഒരു അമ്പ് കൊണ്ട് ഞാൻ ഇവൻ്റെ കഥ കഴിച്ചേക്കാം. ഭീമൻ പറഞ്ഞു, ആരും ഒന്നും ചെയ്യേണ്ട, ഇവനെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നേക്കാം. തുടർന്ന് ഭീമൻ ഹിഡിംബനെ മറിച്ചിട്ട് ഞെരിച്ചു കൊന്നു. ആ ഭയങ്കര രാക്ഷസൻ്റെ മരണത്തിൽ കുന്തിയും യുധിഷ്ഠിരൻ ആദികളും സന്തോഷിച്ച് ഭീമനെ അഭിനന്ദിച്ചു. അർജുനൻ പറഞ്ഞു, ഇനിയും നാം നഗരത്തിൽ നിന്നും
വളരെ അകലെ ആയിട്ടില്ല. നമ്മെ കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ ധാരാളമാണ്. കഴിയുന്നതും വേഗം ഇവിടെ നിന്ന് അകലുകയാണ് നല്ലത്. അർജുനൻ്റെ അഭിപ്രായത്തെ എല്ലാവരും ശരിവെച്ചു. അവർ വെളുക്കും മുൻപ് തന്നെ എങ്ങോട്ടെന്നില്ലാതെ ആ യാത്ര തുടരുവാൻ തീരുമാനിച്ചു. ഹിഡിംബിയും അവരുടെ പിന്നാലെ കൂടുന്നത് കണ്ട് ഭീമൻ കോപിഷ്ഠനായി. എടി രാക്ഷസി, നീ പിന്തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ നിന്റെ സഹോദരൻ്റെ അനുഭവമായിരിക്കും നിനക്കുണ്ടാവുക. ഭീമൻ അവളുടെ നേരെ അടുത്തുകൊണ്ട് പറഞ്ഞു. യുധിഷ്ഠിരൻ തടഞ്ഞു. അരുത്, സ്ത്രീയെ കൊല്ലുകയോ, അത് ധർമ്മമല്ല. ഹിഡിംബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുന്തിയെയും യുധിഷ്ഠിരനെയും മാറി മാറി തൊഴുതു. പിന്നീട് കുന്തിയുടെ സമീപത്ത് ചെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചു. സ്ത്രീകളുടെ വികാരത്തിൻ്റെ ശക്തി അവിടത്തേക്ക് അറിയാമല്ലോ. അമ്മയുടെ ഈ മകനെ കണ്ടപ്പോൾ എനിക്ക് അടക്കാനാവാത്ത ആഗ്രഹം തോന്നി. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ കാമപൂർത്തി വരുത്തി തരണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹം ധർമ്മവിരുദ്ധമായി എന്നെ ഉപേക്ഷിക്കുന്നു. എൻ്റെ ഈ ആഗ്രഹം സാധിക്കുന്നില്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കും. ഒരു പെണ്ണ് ഒരുവനിൽ മോഹിക്കുക, ലജ്ജ വെടിഞ്ഞ് കാമപൂർത്തിക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ അവളെ നിഷ്കരണം നിരസിക്കുക. ഇതെന്ത് കഥ? കുന്തിയുടെ സ്ത്രീഹൃദയം അലിഞ്ഞു. അവർ ഭീമനോട് പറഞ്ഞു. മകനെ, ഇവൾ ദാനധിയോ മാനവിയോ ആരുമാകട്ടെ, ഇവിടെ ഒരു സ്ത്രീയല്ലേ. അവളുടെ അഭിലാഷം സാധിച്ചു കൊടുക്കുക. പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ നിരാശപ്പെടുത്തുന്നത് പാപമാണ്. ഹിഡിംബി വീണ്ടും പറഞ്ഞു. ആര്യയെ, ഭവതിയുടെ പുത്രനോടുള്ള അഭിനിവേശം മൂലം സ്വജനങ്ങളെയും സ്വധർമ്മത്തെയും ഉപേക്ഷിച്ച് വന്നവളാണ് ഞാൻ. ഭവതി എന്നെ മൂഢയെന്നോ ഭക്തയെന്നോ ദാസിയെന്നോ എങ്ങനെ കരുതിയ എൻ്റെ ആഗ്രഹം സാധിച്ചു തരിക. ഭീമനെ എന്നോടൊത്ത് അയക്കണം. ഞങ്ങൾ മടങ്ങി വരാം. എവിടെ വേണമെങ്കിലും ഞാൻ നിങ്ങളെ നിഷ്പ്രയാസം എത്തിച്ചുകൊള്ളാം. ഹിഡിംബിയുടെ സങ്കടം കണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു. നീ ഭീമനുമായി പകല് മുഴുവനും കഴിഞ്ഞുകൊള്ളുക. നിന്റെ ആഗ്രഹം നിറവേറട്ടെ. ഭീമൻ ഹിഡിംബിയോട് പറഞ്ഞു. നിനക്കൊരു പുത്രൻ ഉണ്ടാകും വരെ ഞാൻ നിന്നോടൊത്ത് കഴിയാം. അത് കഴിഞ്ഞാൽ മടങ്ങാൻ എന്നെ നീ അനുവദിക്കണം. ഹിഡിംബി കണ്ണീർ തുടച്ച് ചിരിച്ചുകൊണ്ട് ആ കരാർ സമ്മതിച്ചു. സന്തുഷ്ടയായ ഹിഡിംബി ഭീമനെയും കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. അവർ അദ്രി ശൃംഗങ്ങളിലും വനമേഖലകളിലും നദീതീരങ്ങളിലും വള്ളിക്കുടിലുകളിലും എല്ലാം സ്വച്ഛന്തമായി വിഹരിച്ചുകൊണ്ട് രമിച്ചു. കുറേ കാലത്തിന് ശേഷം ഹിഡിംബി ഒരു പുത്രനെ പ്രസവിച്ചു. അവനത്രേ ഘടോത്കചൻ. അവൻ മഹാസത്വനും മഹാവീരനുമായി വളർന്നു. ഒരിക്കൽ ഹിഡിംബിയും പുത്രനും പാണ്ഡവന്മാരെ വന്ദിച്ചു വിട പറഞ്ഞു. കുന്തി പൗത്രൻ്റെ നിറുകയിൽ തലോടി അവനെ അനുഗ്രഹിച്ചു. തൊഴുകൈയോടെ ഘടോത്കചൻ ചോദിച്ചു. ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? നീ എന്നും നിന്റെ പിതാക്കൾക്ക് സഹായിയായിരിക്കുക. കുന്തി ആവശ്യപ്പെട്ടു. ആവശ്യമുള്ളപ്പോൾ ഞാൻ എത്തിക്കൊള്ളാമെന്ന് സമ്മതിച്ച് എല്ലാവരെയും വന്ദിച്ച് അനുഗ്രഹം വാങ്ങി അവൻ ഉത്തരദിക്കിലേക്ക് പോയി. സംവാസകാലം തീർന്നതോടെ ഹിഡിംബിയും കുന്തിയോടും പ്രാണപ്രിയനായ ഭീമനോടും പാണ്ഡവന്മാരോടും വിട പറഞ്ഞു പിരിഞ്ഞു. പാണ്ഡവന്മാർ വൽക്കലവും ജടയും ധരിച്ചു വേഷപ്രച്ഛന്നരായി അവനപ്രദേശം വിട്ടുപോയി. ഒരിക്കൽ ഒരിടത്ത് വെച്ച് അവർ വ്യാസമഹർഷിയെ കണ്ടുമുട്ടി. ത്രികാലജ്ഞാനിയായ മഹർഷി എല്ലാ വിവരങ്ങളും നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. ദുഃഖാർത്ഥരായ കുന്തിയെയും പുത്രന്മാരെയും അദ്ദേഹം സമാശ്വസിപ്പിച്ചു. ഭാവിയിൽ യുധിഷ്ഠിരൻ രാജാവായിത്തീരും. നിങ്ങളുടെ ദുഃഖമെല്ലാം മാറും. വ്യാസന്റെ ഉപദേശമനുസരിച്ച് അവർ ഏക ചക്രമെന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. നമസ്കാരം.